ഈ ഒരു പൊസിഷനിൽ വൈറ്റ് കളിക്കുന്നത് സലോമോൻ ഫ്ലോർ എന്ന് പറഞ്ഞ പ്ലെയർ ആണ്. ബ്ലാക്ക് കളിക്കുന്ന FM ഗെല്ലർ ആണ്. ഒരു അടിപൊളി ഗെയിമാണിത്. ഇവിടെ സലോമോൻ കളിക്കുകയാണ്, കിങ്ങിനെ D3 കളിച്ച് ആ റൂക്കിനെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളാണ് ഇവിടെ ബ്ലാക്ക് കളിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ റൂക്കിനെ എവിടേക്ക് എടുത്ത് മാറ്റും? ഒരു പക്ഷേ ഇവിടുത്തെ കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള മൂവ്സ് നോക്കിയാലോ, ഇങ്ങനെ ഒരു ചെക്ക് കൊടുക്കാം. പക്ഷെ ഇങ്ങനെ ഒരു ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ കിങ് C3 പോയിട്ട് നോർമലായിട്ട് കളി മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കണ്ടിന്യൂഷൻ. ഇനി ഇതല്ലെങ്കിൽ വേറെ എന്ത് കളിക്കാം? ഈ റൂക്കിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു പക്ഷേ ഇവിടേക്കൊക്കെ പോയി നിന്നാലോ? ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ദാ ഈ ഒരു ചെക്കിൽ ഈ റൂക്ക് വീഴുന്നതാണ്. പിന്നെ വൈറ്റ് എളുപ്പത്തിൽ ജയിക്കുന്നതായിരിക്കും. അപ്പോൾ വളരെ സൂക്ഷിച്ചു വേണം ഈ റൂക്കിനെ നീക്കാനായിട്ട്. പിന്നെ എന്താണ് ഒരു ഓപ്ഷൻ? ഒരു പക്ഷേ ഓക്കെ, ഇതൊരു ബ്രില്യൻ മൂവ് ആണല്ലോ, ഒരു പക്ഷേ ഈ ഒരു പോൺ നീക്കുന്നതും ആയിക്കൂടെ? ഇവിടെ പോണിനെ ഒറ്റയടിക്ക് നീക്കി A3 കളിച്ചു കഴിഞ്ഞാൽ ഇവിടെ വൈറ്റിന് ആദ്യം ഇങ്ങനെ വെട്ടി ഒരു ചെക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ കിങ് വെച്ച് എടുത്തു കഴിഞ്ഞാൽ വെറുതെ റൂക്ക് വീഴുന്നത് കൊണ്ട് റൂക്ക് വെച്ചാണ് വെട്ടിയെടുക്കുന്നത്. ഇനി റൂക്ക് ജസ്റ്റ് A4 വന്ന് ഇത് മോറോർലെസ് ഒരു ഡ്രോയിഷ് പൊസിഷനിലോട്ടാണ് പോകുന്നത്. അപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇവിടെ നടക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ഈ ഒരു മൂവിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള അവസരമാണ്. നിങ്ങളാണെങ്കിൽ ഇവിടെ എന്ത് മൂവ് കളിക്കും? റൂക്കിന്റെ ഒട്ടുമിക്കുള്ള മൂവ്സും നമ്മൾ കണ്ടു, D4 B4 ഒക്കെ കണ്ടു. ഇതൊന്നും അല്ലാതെ ഇപ്പൊ എന്ത് മൂവ് ആപ്പാ ഉള്ളത്? ഇവിടെ ബ്ലാക്ക് കളിക്കുന്ന മൂവ് കണ്ടു നോക്കിയാലോ, ഭയങ്കര രസമാണ് ഈ ഗെയിം കാണാൻ. കിങ് G7 ഒരു സൂപ്പർ ബ്രില്യൻ്റ് ആയിട്ടുള്ള മൂവാണ്. ഇനി എന്തിനാണ് ഇങ്ങനെ ഒരു മൂവ് കളിച്ചത്? ഇവിടെ H5 ആണ് ഗെയിമിൽ കളിച്ചത്. പക്ഷേ നമ്മുടെ ചോദ്യം, എങ്ങാനും ഈ റൂക്കിനെ എടുത്തു കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം? റൂക്കിനെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പോണിനെ ഇനി തടയാൻ പറ്റില്ല. ഈ പോണിനെ ഇനി റൂക്കിന് വന്ന് കളിയിലേക്ക് വന്ന് തടയാൻ ഒരു നിവർത്തിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ റൂക്കിനെ ഇവിടെ എടുക്കുന്നത് ബുദ്ധിയല്ല. അതുകൊണ്ട് പോൺ H5 ഒക്കെ കളിച്ചു നോക്കി, പക്ഷെ ഒരു കാര്യവുമില്ല. വീണ്ടും ആ റൂക്കിനെ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോണിനെ A3 പുഷ് ചെയ്യുന്നു. ഇനിയിപ്പോൾ ഒന്നും തന്നെ ചെയ്യാനില്ല. ഇപ്പോൾ ഗെയിമിൽ എന്താണ് നടന്നത്? റൂക്കിനെയൊക്കെ വെട്ടി നോക്കി. ഇവിടെ പോൺ പുഷ് ചെയ്തു, ഓൾമോസ്റ്റ് ക്യൂനാവാറായി. വെട്ടി, ജസ്റ്റ് വെട്ടി, റൂക്ക് ഇവിടേക്ക് വന്നു, ക്യൂനായി. ബ്ലാക്ക് ഇനി അധികം വൈകാതെ നല്ല അതിമനോഹരമായിട്ട് ഇവിടെ ജയിച്ചൊരു ബ്യൂട്ടിഫുൾ ടാക്ടിക്സോടെ. ഇവിടെ വൈറ്റ് പീസുകൾ കളിക്കുന്നത് എവ്ജനി യൂർവിച്ച് വ്ളാഡിമിർ എന്ന് പറഞ്ഞ പ്ലെയർ ആണ്. ബ്ലാക്ക് കളിക്കുന്നതും അതേപോലത്തെ ഒരു പ്ലെയർ ആണ്. അതേപോലെ പേരുള്ള മറ്റൊരു പ്ലെയർ ആണ് വ്ളാഡിമിർ വിക്ടോർവിച്ച് എഫിസിൻ എന്ന് പറഞ്ഞ പ്ലെയർ ആണ്. ഓക്കെ, ഇവിടെ ബ്ലാക്ക് ജസ്റ്റ് ക്വീൻ വെച്ച് ക്വീനെ വെട്ടി പതുക്കെ എൻ ഗെയിമിലേക്ക് പോകാനാണ് ഇവിടെ ബ്ലാക്ക് ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങളാണെങ്കിൽ ഇവിടെ എന്ത് കളിക്കും? ഈ ഒരു ക്യൂവിനെ എങ്ങനെ വെട്ടിയെടുക്കും? A പോൺ വെച്ച് വെട്ടിയെടുക്കുമോ അതോ C പോൺ വെച്ച് വെട്ടിയെടുക്കുമോ? വളരെ നാച്ചുറൽ ആയിട്ടുള്ള മൂവ്സ് ആണ്. ഇങ്ങനെ വെട്ടിയെടുക്കാം. ഇനി അതും അല്ലെങ്കിൽ ഈ ഒരു C പോൺ വെച്ചിട്ട് വെട്ടിയെടുക്കാം. ഇതാണല്ലോ രണ്ട് നാച്ചുറൽ ആയിട്ടുള്ള മൂവ്സ്. കാരണം ഇതൊന്നും കളിച്ചില്ലെങ്കിൽ തൻ്റെ ബിഷപ്പിനെ ഇവിടെ നഷ്ടപ്പെടുന്നതാണ്, ആ E3 ഇരിക്കുന്ന ബിഷപ്പിനെ. പക്ഷേ ഇവിടെ വൈറ്റ് കളിക്കുന്ന എവ്ജനി യൂർവിച്ച് കളിക്കുന്ന മൂവ് അതിമനോഹരമാണ്. വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള നിങ്ങൾക്കുള്ള അവസരമാണ്. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇതാ വരുന്നു ബ്രില്യൻ ബിഷപ്പ് ടു H6. ഒരു സൂപ്പർ ബ്രില്യൻ്റ് ആയിട്ടുള്ള മറ്റൊരു മൂവാണ്. എങ്ങനെയാണ് ഇത് സൂപ്പർ ബ്രില്യൻ്റ് ആവുന്നത്? ഒന്ന്, ആ ഒരു ക്യൂവിനെ തിരിച്ചെടുത്തില്ല എന്ന് മാത്രമല്ല, രണ്ട് ബിഷപ്പുകളുടെയും കൂടെ ബലി കൊടുത്തേക്കുവാണ്. ഒന്ന് H6 ബിഷപ്പും മറ്റേത് H3 ബിഷപ്പും. അപ്പോൾ എന്താണ് അവിടെ ചെയ്യാൻ പറ്റുക? എങ്ങാനും വന്നിട്ട് ഈ ഒരു ബിഷപ്പിനെ വെട്ടി ക്യൂവിനെ രക്ഷിക്കാൻ നോക്കിയാൽ എന്ത് സംഭവിക്കും? ഇങ്ങനെ സംരക്ഷിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ മൂവിൽ ഗെയിം കഴിയും. എങ്ങനെയാണ്? റൂക്ക് H7 ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെക്ക്മേറ്റ് ആണ്. അപ്പോൾ വളരെയധികം സൂക്ഷിക്കണം, ചുമ്മയൊന്നും കളിക്കാൻ പറ്റില്ല ഇവിടെ. അപ്പം അതുകൊണ്ട് ഇവിടെ ബിഷപ്പ് H6 ശേഷം വെറുതെ ക്വീൻ വെച്ചിട്ട് ബിഷപ്പിനെ വെട്ടാൻ പറ്റില്ല. ഇനി വേറെ എന്താ ചെയ്യാൻ പറ്റുക? ഈ റൂക്ക് വെച്ചിട്ട് ഈ ബിഷപ്പിനെ എടുത്താൽ എന്ത് സംഭവിക്കും? ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ റൂക്ക് G8 മറ്റൊരു മനോഹരമായ നീക്കമാണ്. ഇവിടെ വേണമെങ്കിൽ നൈറ്റ് വെച്ചിട്ട് റൂക്കിനെ വെട്ടാം, അല്ലെങ്കിൽ കിങ് വെച്ച് താഴെയുള്ള പോണിനെ വെട്ടാം. എങ്ങാനും കിങ് വെച്ച് താഴെയുള്ള പോണിനെ വെട്ടിക്കഴിഞ്ഞാൽ ഇതൊരു ചെക്ക്മേറ്റ് ആണ്. റൂക്ക് G7 ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെക്ക്മേറ്റ് ആണ്. അപ്പോൾ അത്ര എളുപ്പമല്ല ഇവിടെ. വേറെ ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ഈ റൂക്ക് G8 ചെക്കിന് ശേഷം ഇനിയിപ്പോൾ നൈറ്റ് വെച്ച് റൂക്കിനെ വെട്ടിയെടുത്താലോ?
ഇങ്ങനെ വെട്ടിയെടുത്തു കഴിഞ്ഞാൽ പോൺ വെച്ച് നൈറ്റിനെ വെട്ടി ക്യൂനാക്കി വീണ്ടും മനോഹരമായിട്ടുള്ള ഒരു ചെക്ക്മേറ്റ് സംഭവിക്കും. അപ്പോൾ അത്ര എളുപ്പമല്ല ഇവിടുത്തെ കാര്യം. ബിഷപ്പ് H6 ശേഷം ഈ ഒരു ബിഷപ്പിനെ വെട്ടിയെടുക്കാൻ പറ്റില്ല എന്ന് ബ്ലാക്കിന് മനസ്സിലായി. എന്നാൽ ഇവിടെ ക്വീനിനെ ഇവിടെ സപ്പോർട്ട് ചെയ്യാനും വേറെ നിവർത്തിയില്ല. അതുകൊണ്ട് നൈറ്റ് ഇവിടെ G4 വന്നിട്ട് റൂക്കുകളെ തമ്മിലുള്ള കണക്ഷൻ ഇവിടെ ഡിസ്കണക്ട് ചെയ്യുകയാണ്. നൈറ്റ് ഇവിടെ G4 വന്നു. ഇവിടെ ഇപ്പം എന്താണ് ചെയ്യുക? റൂക്ക് വെച്ച് നൈറ്റിനെ എടുക്കുമായിരിക്കും അല്ലേ? അതോ ബിഷപ്പ് വെച്ച് നൈറ്റിനെ എടുക്കുമോ? ഇത് രണ്ടും അല്ല കളിച്ചത്. വൈറ്റ് കളിക്കുകയാണ്, എവ്ജനി വെച്ച് കളിക്കുകയാണ്. റൂക്ക് H7 ചെക്ക്. ഒരിക്കൽ കൂടെ പ്രൊവോക്ക് ചെയ്യുകയാണ്. ഇവിടെ ഒരേ ഒരു നീക്കമേ ഉള്ളൂ, നൈറ്റ് വെച്ച് ബിഷപ്പിനെ എടുക്കണം. കാരണം ബിഷപ്പാണ് ഇവിടെ ചെക്ക് നൽകുന്നത്. ഇവിടെ നൈറ്റ് വെച്ച് ബിഷപ്പിനെ എടുത്തു കഴിഞ്ഞാൽ ഇനി റൂക്ക് വെച്ച് റൂക്കിനെ വെട്ടി ചെക്കാണ്. കിങ് വെച്ച് വെട്ടി റൂക്ക് H7 ചെക്ക്. ഈ ഒരു പൊസിഷനിൽ ബ്ലാക്ക് റിസൈൻ ചെയ്യാണ്. കാരണം പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല. ഇവിടെ ഇപ്പം എന്താ ചെയ്യുക? കിങ് ഇങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഫൈനലി നമുക്കിവിടെ ക്വീനെ വെട്ടിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ആ ഒരു നൈറ്റിനെ ഇവിടെ വൈറ്റ് അറ്റാക്ക് ചെയ്തിരിക്കുകയാണല്ലോ. ആ നൈറ്റിനെ സേവ് ചെയ്യാനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇങ്ങനെ ഓടിപ്പോയി രക്ഷപ്പെടാൻ നോക്കിക്കഴിഞ്ഞാൽ വൈറ്റിന് വളരെ എളുപ്പത്തിൽ ഇവിടെ ജയിക്കാവുന്നതാണ്. എങ്ങനെയാണ്? റൂക്കിനെ ഇവിടെ G7 വന്നു. ഇനി ആ നൈറ്റിനെ അവിടെ രക്ഷിക്കാൻ പറ്റുന്നതല്ല, വളരെ തകർപ്പനായിട്ടുള്ള ഒരു അറ്റാക്ക് ഇവിടെ വൈറ്റിന് കിട്ടുകയാണ്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു 7th റാങ്ക് ആ 2 റൂക്കുകൾ ഇവിടെ വാഴുകയാണ്. അങ്ങനെ വൈറ്റ് മനോഹരമായിട്ട് ഇവിടെ ജയിക്കുകയാണ്. ഇവിടെ വൈറ്റ് കളിക്കുന്നത് സ്റ്റീഫൻ ലെവിറ്റ്സ്കി എന്ന് പറഞ്ഞ പ്ലെയറാണ്. ബ്ലാക്ക് കളിക്കുന്നത് ഫ്രാങ്ക് ജെയിംസ് മാർഷൽ. മറ്റൊരു അതിമനോഹരമായിട്ടുള്ള ഗെയിമാണ്. ഒരുപക്ഷെ ഈ ഒരു ഗെയിം നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. അത്രയും രസകരമായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഇവിടെ. ഇവിടെ വൈറ്റ് കളിക്കുന്ന സ്റ്റീഫൻ ലെവിറ്റ്സ്കി കളിക്കുകയാണ്. റൂക്കിനെ ഇവിടെ C5 കളിച്ച് ക്വീനെ അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ലെവിറ്റ്സ്കി പ്രതീക്ഷിച്ച് ഒരുപക്ഷെ ക്വീനിനെ എടുത്ത് എങ്ങോട്ടെങ്കിലും സേവ് ചെയ്യാൻ പോകുന്നു. പക്ഷേ ഇവിടെ ചെസ് ചരിത്രത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവ്സ് ഇവിടെ മാർഷൽ കളിക്കുകയാണ്. എന്താണ് ആ മൂവ്? വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ അവസരമാണ്. ദാ കണ്ടാലോ, ദ ബ്രില്യൻ ക്വീൻ ടു G3. ഇതെങ്ങനെയാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു നീക്കമാവുന്നത്? ഇവിടെ ക്വീനെ 3 രീതിയിലാണ് വെച്ചു കൊടുക്കുന്നത്. ഒന്ന് H പോൺ വെച്ച് വെട്ടാം, അല്ലെങ്കിൽ F പോൺ വെച്ച് വെട്ടാം, അല്ലെങ്കിൽ ക്വീൻ വെച്ച് വെട്ടാം. പക്ഷെ ഇതിൽ എന്ത് കളിച്ചാലും ഇവിടെ വൈറ്റ് ലൂസിങ് ആണ്. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഈ ഒരു H പോൺ വെച്ചാണ് വെട്ടുന്നതെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഇവിടെ ഒരു ചെക്ക്മേറ്റ് സംഭവിക്കുന്നതാണ്. ഇനിയിപ്പോൾ മറ്റൊരു പോൺ ഈ ഒരു F പോൺ വെച്ചാണ് വെട്ടുന്നതെങ്കിലോ ഇവിടെ നൈറ്റ് E2 വെച്ചിട്ട് ഒരു ചെക്ക് കൊടുക്കുന്നതാണ്. ഇവിടെ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, കിങ് H1 പോകുന്നുള്ളതാണ്. കിങ് F2 വരാൻ പറ്റില്ല, ആ റൂക്ക് ഉള്ളത് കൊണ്ട്. കിങ് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോഴോ ദാ കളി കഴിഞ്ഞു. റൂക്ക് ടേക്സ് F1 ഒരു മനോഹരമായിട്ടുള്ള ഒരു ചെക്ക്മേറ്റ് ആണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ എന്താ ചെയ്യാം? 2 പോണുകളും വെച്ച് വെട്ടാൻ പറ്റില്ല. ഇനിയിപ്പോൾ ക്വീൻ വെച്ചിട്ട് ക്വീനെ വെട്ടിയാലോ? അങ്ങനെയെങ്കിലും ഈ ഒരു ത്രെട്ട് ഒഴിവാക്കാൻ നോക്കിയാലോ? ഇങ്ങനെ ഒഴിവാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നൈറ്റ് E2 ചെക്ക് വരും, ഒരു ഫോർക്കാണ്. കിങ് H1 പോകുന്നു, ക്വീനെ വെട്ടി ചെക്ക് നൽകുന്നു. ഇവിടെ പോൺ വെച്ച് നൈറ്റിനെ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ റൂക്ക് വെച്ച് റൂക്കിനെ വെട്ടി അപ്പം തന്നെ കളി കഴിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോൺ വെച്ച് നൈറ്റിനെ വെട്ടുന്നതിന് പകരം ഇവിടെ കിങ് G1 കളിക്കുകയാണ്. പക്ഷേ ഇവിടെ നേരെ റൂക്കൊന്നും എടുക്കാൻ പോകുന്നില്ല, പകരം നൈറ്റ് E2 ചെക്ക് വരുന്നു. കിങ് മാറുമ്പോൾ റൂക്ക് C3 വരുന്നു. ഈ ഒരു പൊസിഷനിൽ ബ്ലാക്കിന് ഒരു നൈറ്റ് കൂടുതലാണ്. ഇവിടെ ബ്ലാക്കിന് ഈസിലി ജയിക്കുന്നതാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു മൂവിന് ശേഷം ക്വീൻ G3 ശേഷം വൈറ്റ് റിസൈൻ ചെയ്യുന്നത്. കാരണം ഒന്നും ചെയ്തില്ലെങ്കിൽ ക്വീൻ ടേക്സ് H2 ഇവിടെ ചെക്ക്മേറ്റ് ആണ്. എങ്ങനെയുണ്ട് ഈ കോമ്പിനേഷൻ? ഇവിടെ വൈറ്റ് കളിക്കുന്നത് മേയറും ബ്ലാക്ക് കളിക്കുന്നത് മുള്ളർ എന്ന് പറഞ്ഞ പ്ലെയറുമാണ്. കാണുമ്പോൾ ഓക്കെ, വൈറ്റിന് ഒരു അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ എങ്ങനെയാണ് ഇവിടെ വൈറ്റ് ജയിക്കുന്നത്? നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള അവസരമാണ്. ഒരു അടിപൊളി മൂവാണ് ഇവിടെ വൈറ്റ് കളിക്കുന്നത്. ഈ ഒരു ടീമിന്റെ പ്രത്യേകത തന്നെ ഒരു ബാക്ക് റാങ്ക് വീക്ക്നെസ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ടീം തന്നെ തുടങ്ങുന്നത് ഒരു ബാക്ക് റാങ്കിലേക്കുള്ള ഒരു പ്രഷർ പോലെയാണ്. ദാ വരുന്നു ക്വീൻ C7, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള മൂവ്. വീണ്ടും ഈ ഒരു ക്വീനിനെ ഈ ഒരു റൂക്കുകൾക്കും എടുക്കാം, അല്ലെങ്കിൽ ക്വീനിനെ എടുക്കാം. എന്ത് സംഭവിക്കും നോക്കാം. ഈ ഒരു റൂക്ക് ഇങ്ങനെ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും?
ഇപ്പോൾ ബാക്ക് റാങ്കിലോട്ട് വരാനുള്ള സമയമായി. റൂക്ക് E8 വെച്ചൊരു ചെക്കാണ്. ഒരേ ഒരു നീക്കം ക്വീൻ വെച്ച് വെട്ടിയെടുക്കുക എന്നുള്ളതാണ്. വെട്ടി. ഇനിയിപ്പോൾ എന്താണ്? റൂക്ക് വെച്ച് വീണ്ടും വെട്ടി ഒരു ചെക്കാണ്. റൂക്ക് വെച്ച് വെട്ടുന്നു. ഓക്കെ, ഇപ്പോൾ സാധനം പീസുകളൊക്കെ ഇവിടെ ക്ലിയർ ആയി. പക്ഷെ ഇനി എങ്ങനെയാണ് ഒരു ചെക്ക് മേറ്റ്? ഈ ഒരു ബിഷപ്പും കൂടെ ആക്റ്റീവ് ആവുകയാണ് വിത്ത് ചെക്ക്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? റൂക്ക് E6ഓ റൂക്ക് F7ഓ, ഈ രണ്ട് മൂവാണ് ആകെ ഉള്ളത്. ഇപ്പോൾ റൂക്ക് E6 കളിച്ചു കഴിഞ്ഞാൽ വെറുതെ വെട്ടിയെടുക്കും. വീണ്ടും ബ്ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ കളി കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം. നമുക്ക് തിരികെ പോവാം, ആദ്യത്തെ സിറ്റുവേഷനിലോട്ട് പോവാം. ക്വീൻ C7 സംഭവിച്ചപ്പോൾ വേറെ എന്തൊക്കെ നീക്കമാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ മറ്റേ റൂക്ക് വെച്ച് വെട്ടി നോക്കിയാലോ? ഈ റൂക്ക് വെച്ച് വെട്ടി നോക്കിയാൽ എന്ത് സംഭവിക്കും? ഇവിടെ ഒരിക്കൽ കൂടെ ബാക്ക് റാങ്ക് വീക്കാണ്. റൂക്ക് E8 ഒരു ചെക്കാണ്. ഓൺലി മൂവ് ക്വീൻ വെച്ച് റൂക്കിനെ വെട്ടിയെടുക്കണം. വെട്ടിയെടുത്തു കഴിഞ്ഞാൽ കളി കഴിഞ്ഞു. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഈ റൂക്കുകൾ വെച്ച് വെട്ടിയാലും പ്രശ്നമാണ്. ഇനി ഇതൊന്നും അല്ലാതെ ക്വീൻ വെച്ച് വെട്ടിയെടുത്താലോ? ഒരിക്കൽ കൂടെ റൂക്കുകൾ ഡബിൾ ചെയ്ത് വെച്ചേക്കുവാണ്. അതുകൊണ്ട് തന്നെ ബാക്ക് റാങ്ക് വീക്ക്നെസ് ഉണ്ട് ബ്ലാക്കിന്. ഇങ്ങനെ ഒരു ചെക്ക് കൊടുക്കും. വെട്ടിക്കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ ആയുള്ള ചെക്ക് മേറ്റ് ആണ്. അപ്പോൾ ഈ ക്വീനിന് കാര്യം ഇവിടെ ബലി കൊടുത്ത് വെച്ചേക്കുവാണെങ്കിലും എങ്ങനെ വെട്ടിയെടുക്കാൻ നോക്കിയാലും ഇവിടെ ബ്ലാക്ക് തോൽക്കുന്നതാണ്. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? കളിയിൽ ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത് ഇതൊന്നുമല്ല. നൈറ്റിനെ E5ലോട്ട് കളിച്ചിട്ട് ഈ റൂക്കുകളെ തമ്മിൽ ഡിസ്കണക്ട് ചെയ്യാൻ നോക്കുവാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? ക്വീൻ വെച്ച് ക്വീനെ വെട്ടി ചെക്ക് കൊടുക്കുകയാണ്. റൂക്ക് വെച്ച് വെട്ടി. ഇനി ഈ ഒരു ബിഷപ്പ് അവിടെ B7 ബിഷപ്പിനെ നോക്കിയിരിക്കുകയാണ് നമ്മുടെ G2 ബിഷപ്പ്. ആദ്യം അതിനെ ഒഴിവാക്കി റൂക്ക് വെച്ച് വെട്ടിയതിന് ശേഷം ഈ ഒരു നൈറ്റിനെ ഓടിച്ചു വിടാൻ നോക്കുന്നു. ഇതൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള മൂവാണ്. ഇപ്പോൾ ഈ നൈറ്റ് എങ്ങോട്ടൊക്കെ എടുത്ത് മാറിക്കഴിഞ്ഞാൽ, ഒരു പക്ഷേ നൈറ്റ് G4ലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരിക്കൽ കൂടെ ബാക്ക് റാങ്ക് വീക്ക്നെസ് ആണ്. എന്താണ്? ഇങ്ങനെ ഒരു ചെക്കാണ്. ഇനിയിപ്പോൾ വെട്ടിക്കഴിയുമ്പോൾ റൂക്ക് E8 ഒരു മനോഹരമായിട്ടുള്ള ചെക്ക് മേറ്റ് ആണ്. എങ്ങനെയുണ്ട് ഈ ഒരു പസിൽ? ഇവിടെ വൈറ്റ് കളിക്കുന്നത് വെസലിൻ ടോപ്ലോവ് ആണ്. ബ്ലാക്ക് കളിക്കുന്നത് അലക്സി ഷിറോവ് ആണ്. മറ്റൊരു മനോഹരമായുള്ളൊരു കോമ്പിനേഷനാണ്. ഈ ഒരു പൊസിഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ബ്ലാക്കിന് ഇപ്പോൾ 2 പോണുകൾ കൂടുതലുണ്ട്. പക്ഷെ എങ്ങനെയാണ് എക്സാക്ട്ലി ഇവിടെ ബ്ലാക്ക് ജയിക്കേണ്ടത്? ഇവിടെ പല രീതിയിൽ ജയിക്കാം. പക്ഷേ ഇവിടെ അലക്സി ഷിറോവ് ഏറ്റവും മനോഹരമായുള്ള രീതിയിലാണ് ഫിനിഷ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്യാനുള്ള അവസരമാണ്. ചിന്തിച്ച് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് ബ്ലാക്കിൻ്റെ ഇനിയുള്ള മൂവ്. ഒരുപക്ഷെ പോണിനെ പുഷ് ചെയ്യോ അതോ വേറെ എന്തെങ്കിലും കളിക്കുമോ? അലക്സി ഷിറോവ് കളിക്കുന്നത് ബിഷപ്പ് ടു H3, ഒരു മനോഹരമായിട്ടുള്ള ഒരു ബിഷപ്പിനെ സാക്രിഫൈസ്. അപ്പോൾ എന്താണ് ഇവിടെ ചുമ്മാ ഒരു ബിഷപ്പിനെ വെച്ചു കൊടുത്തേക്കണം? എന്താണ് ഈ പ്രശ്നം? ഈ ഒരു ബിഷപ്പിനെ വെട്ടിയെടുത്തു കഴിഞ്ഞാൽ എങ്ങാനും ഇവിടെ ഈ ഒരു ബിഷപ്പിനെ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കാം. വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഈ 2 പോണുകൾ ഡബിൾഡായി. ഈ ഒരു H3 പോണും H4 പോണും ഇങ്ങനെ നേരെ ഇരിക്കുന്നതുകൊണ്ട് ഡബിൾഡ് പോൺസ് ആണ്. അപ്പോൾ കിങ് F5ലോട്ട് കൊണ്ടുവരാവുന്നതാണ് ഇവിടെ ബ്ലാക്കിന്. പക്ഷെ എങ്ങനെയാണ് ഇവിടെ കളി ജയിക്കുന്നത്? കിങ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള പോണുകളിലേക്കൊന്നും ഇവിടെ ബ്ലാക്കിന് ഇവിടെ ഒരു പരാതിയില്ല. ജസ്റ്റ് കിങ് E4ലോട്ട് വരുന്നു. ഇനിയിപ്പോൾ ഓക്കെ, ഇതെന്താണ് വീണ്ടും ഒരു പോണിനെ കൊടുക്കുന്നു? ഈ ഒരു പോണിനെ ഇങ്ങനെ വെട്ടാൻ പോയി കഴിഞ്ഞാൽ അടുത്ത പോണും റോൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ D പോണും A പോണും വളരെയധികം പവർഫുൾ ആണ്. ഇനിയിപ്പോൾ ആ പോണിനെയൊക്കെ പിടിക്കാൻ നോക്കിയാൽ തന്നെ ഒരു പക്ഷേ ഇങ്ങോട്ട് വന്നിട്ട് ആ ഒരു A പോണിൻ്റെ മൂവ്മെൻറ്റ് തടഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് കിങ് അഡ്വാൻസ് ചെയ്യും. ഇനിയിപ്പോൾ ഒരു പക്ഷേ ബിഷപ്പ് ഇവിടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുക ആദ്യം. ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ കിങ് ഇവിടേക്ക് വന്ന് B3ലേക്ക് വന്നിട്ട് പതുക്കെ 2 പോണുകളുടെ മൂവ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ D പോണും A പോണും വളരെയധികം സ്ട്രോങ് ആണ്. ബിഷപ്പ് വെച്ച് പോണിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയാൽ വെറുതെ പോൺ പുഷ് ചെയ്യും. ഇനിയിപ്പോൾ ഈ ഒരു കിങ് ഒരു പക്ഷേ കിങ് ഓടി വന്നിട്ട് ആ ഒരു പോണിനെ പിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം ജസ്റ്റ് കിങ് C2ലേക്ക് വരുന്നു. ഇനി ആ ഒരു പോണിൻ്റെ പ്രൊമോഷൻ തടുക്കാൻ ഒരു രീതിയിലും ഇവിടെ പറ്റുന്നതല്ല. ഇനി തടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മറ്റേ പോൺ ഇവിടെ പ്രശ്നമാവുന്നതാണ്. A2 ഒരു A4ലേക്ക് പോൺ ഇതിനും പ്രശ്നമാവുന്നതാണ്. അപ്പോൾ അത്രയ്ക്ക് എളുപ്പമല്ല ഇവിടെ വൈറ്റിന് ഈ ഒരു ത്രെട്ട് എല്ലാം ഡീൽ ചെയ്യാൻ.
അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവിന് ശേഷം, ഈ ഒരു മനോഹരമായിട്ടുള്ള ബിഷപ്പ് H3 മൂവിന് ശേഷം ഇവിടെ ടോപ്പ് ലെവ് കളിച്ചു നോക്കുവാണ്. ബിഷപ്പിനെ എടുക്കാതെ കിങ് F2 കളിച്ചു നോക്കുവാണ്. പക്ഷെ ഇവിടെ വൈറ്റിന് സർവൈവ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഇവിടെ ഷിറോവ് കിങ് F5 ആണ് കളിക്കുന്നത്. ഒരിക്കൽ കൂടെ ബിഷപ്പിനെ എടുത്തോളൂ എന്ന് വെക്കുന്നു. കാരണം ആ ഒരു പോണുകൾ തമ്മിൽ ഡബിൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ബ്ലാക്കിന്റെ പീസുകൾ കിങ്ങും 4 പോൺസും കൂടെ മതി തനിക്ക് ജയിക്കാമെന്ന് ഷിറോവ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ഇനിയിപ്പോ കിങ് F3 വന്നിട്ട് ആ ബിഷപ്പിനെ എടുക്കാൻ ഇവിടെ ടോപ്പ് ലെവ് ഒട്ടും ഇവിടെ താല്പര്യം കാണിക്കുന്നില്ല. കാരണം ബിഷപ്പിനെ എടുത്തു കഴിഞ്ഞാൽ കിങ് അഡ്വാൻസ് ആവുകയും ചെയ്യും, ഇരു പോണുകളും ഓടുമെന്ന് കണ്ടു. പക്ഷേ ഇവിടെ ഷിറോവ് സ്ക്രൂസ് മുറുക്കുവാണ്, ഫോഴ്സ് ചെയ്യുവാണ്. ബിഷപ്പ് ടേക്സ് G2 ചെക്ക്. ഇവിടെ ഇപ്പോൾ വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല. കിങ് വെച്ച് ബിഷപ്പിനെ വെട്ടിക്കഴിഞ്ഞാൽ നേരത്തെ കണ്ട അതേ ഐഡിയ, കിങ് ഇങ്ങോട്ട് വരുന്നു. ഇനിയിപ്പോൾ വെട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു പ്രത്യേകിച്ച് പറയണ്ടല്ലോ. നേരത്തെ കണ്ട അതേ കോമ്പിനേഷനിൽ ഡി പോണും എ പോണും റോൾ ചെയ്തിട്ട് ക്വീൻ ആയി ഭാവിയിൽ മാറുന്നതാണ്. അപ്പം എങ്ങനെയുണ്ട് ഇത്രയും മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ചെസ് കോമ്പിനേഷൻസ്?